ഹലോ, ഞാൻ സുനി സജി രവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റ ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശു പ്രശസ്തരും ആകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് ആഗ്രഹമില്ലാത്ത ആരേലും ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇത് ആഗ്രഹമല്ലേ? അപ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തൊരു വചനം വായിച്ചു തുടങ്ങാവേ. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ്, എല്ലാ വചനവും ഇമ്പോർട്ടൻ്റാണ്. ഈ വചനം യേശു തമ്പുരാൻ പറയുന്നുണ്ട്, എൻ്റെ വചനം പാലിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ വചനം പാലിക്കുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാവുക, ദൈവത്തിൻ്റെ ക്യാരക്ടറാകും. ഈ കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. 1 പത്രോസ് 3:9 പറയാം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം നൽകാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആമേൻ. ഇന്നിപ്പോൾ രസമുണ്ടായി. താഴെ ഒരു കെട്ട് ഞങ്ങൾ അഡ്രസ്സ് നോക്കാണ്ട് എൻ്റെ മോൻ്റെ അഡ്രസ്സായിരുന്നു. നല്ലൊരു അതെന്നാന്നറിയാൻ പാടില്ല, പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ആര് പ്രസൻറ്റ് അയക്കാനാ? ഒരു ചേച്ചിക്ക് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം അവിടെ പൊട്ടിച്ചോണ്ടിരിക്കും കേട്ടോ. അവസാനം അഡ്രസ്സ് നോക്കിയപ്പോൾ എൽദോസ് ജീവ. അപ്പോൾ ഞാനത് തിരിച്ച് പാക്കിയത് എന്നാന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആരും അയക്കാറില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, അതിന് ചേച്ചി ആർക്കും കൊടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം. അതിന് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വിതച്ചാൽ കൊയ്യാം, എന്ത് വിതച്ചാലും കൊയ്യും. അപ്പം നമ്മൾ ശകാരം വിതച്ചാൽ ശകാരം കൊയ്യും, ശാപം വിതച്ചാൽ ശാപം കൊയ്യും, അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യാം. അപ്പം നമ്മൾ എന്തും നമ്മുടെ ക്യാരക്ടറും കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത്. നമ്മൾ തന്നെ യേശുവിൻ്റെ സ്വഭാവമായ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോകത്തിന്. യേശു അനുകൂലമെങ്കിൽ പ്രതികൂലമില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ കുടുംബത്തിലെ മക്കൾക്ക് നമുക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം, നമ്മുടെ സ്വഭാവം നന്നാകാൻ. ഞാനിപ്പോൾ സമാധാനത്തിൻ്റെ യേശുവെ, വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചവിട്ടിട്ട് ചവിട്ടി മതിക്കണേ, ആമേൻ ആമനെ. മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ നന്നാകാൻ വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നേ. അപ്പം ഞാൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, യേശപ്പാ പിശാച് കൊണ്ടുവരുന്ന ചിന്തകളും പ്രവർത്തികളും എന്നിൽ നിന്ന് മരിക്കട്ടെ. എൻ്റെ അപ്പ കോപവും ക്രോധവും അട്ടഹാസവും പിശാചിൻ്റെ സ്വഭാവങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുമെന്നാണ് പറയണേ ഈ കോപമൊക്കെ. അപ്പം നമുക്കത് അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടാണ്ട് വരുന്നതെല്ലാം നമ്മളിലെ പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഹെവൻലി ഫീസിലെ തങ്കു ബ്രദർ പറഞ്ഞ പോലെ, ഇന്നലത്തേലാണോ ഞാൻ ഇന്നർ ചേംബറിൽ കേട്ടതാ, മോശയൊക്കെ 40 എത്ര വർഷം അലഞ്ഞിരിഞ്ഞു, ദേഷ്യത്തിന് ഒരാളെ കൊന്നു. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിൽ പോയി. വിക്കില്ലാത്ത മോശയ്ക്ക് പിന്നെ വിക്ക് വന്നു, ആടിൻ്റെ കൂടെ തന്നെ നടന്ന്. അപ്പം ദൈവം ഒരു പദ്ധതി ഇട്ടതായിരുന്നു, അത് മോശയിൽ കൂടി നിറവേറി. പക്ഷെ ഒത്തിരി വർഷം നമ്മൾ മോശ കഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എത്ര വർഷം നഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിനെ അറിഞ്ഞ പിന്നെ എനിക്കൊരു സമാധാനവും സന്തോഷവും അനുഭവിച്ചേ. എത്രയോ വർഷം ദൈവത്തെ അറിയാണ്ട് ചുമ്മാ പ്രശ്നങ്ങളിൽ പെട്ടുപോയി. അപ്പം നമ്മുടെ സമയം തക്കത്തി വിനിയോഗിക്കുക, നമ്മൾ ദൈവത്തിനെ അറിയുക, അവനെ അറിയുക എന്ന് തന്നെ, അവനയച്ച മകനെ അറിയുക എന്ന് തന്നെ നിത്യജീവൻ. അതാണ് നിത്യജീവൻ്റെ വചനം ചേച്ചിന്ന് എന്നോട് ചിലരും പറയും. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ അവനയച്ച മകനെ അറിയുക എന്ന് തന്നെ നിത്യജീവൻ. യേശുമ്പുരാൻ പറയണതെല്ലാം പിതാവ് പറഞ്ഞയച്ചതല്ലാണ്ട് എന്നും യേശു പറഞ്ഞിട്ടില്ല. നമ്മുടെ ക്യാരക്ടർ മാറാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതം മാറാനോ ക്രിസ്ത്യാനി ആകണമെന്നോ ഒന്നുമല്ല പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളതൊക്കെ പ്രാർത്ഥിക്കുക. ആരെയും ശകാരത്തിന് ശകാരവും ശാപത്തിനും ഒന്നും പറയണ്ട. അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ ദേഷ്യമൊക്കെ പോയി അവർ പിന്നെ നമുക്ക് അനുഗ്രഹമായി മാറും. നമ്മളോട് വഴക്കടിക്കുന്ന മനുഷ്യനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം കിട്ടട്ടെ. ആ അനുഗ്രഹം നമുക്കും അനുഭവിക്കാൻ പറ്റുമെന്നേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ അവർക്ക് അനുഗ്രഹം കിട്ടണേ. യേശപ്പാ സ്തോത്രം. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയറിൻ്റെ ആണ്. അപ്പോൾ ഹെയറിൻ്റെ വീഡിയോസിൻ്റെ ഇതെന്നാന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം നമുക്ക് മറ്റേ ഹെയർ ലാക്സിങ്ങും സ്മൂത്തനിങ്ങും ഒന്നും ഇപ്പോൾ ആരും ചെയ്യണ പോലില്ല. അതിൻ്റെയൊക്കെ ക്രീം ഇരിക്കുന്ന എടുത്ത് പള്ളക്കളറും അത് ഇങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നില്ലേ. മറ്റേതാണ് ഇപ്പം എല്ലാവരും ചെയ്യണത്. അത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. വെറുതെ ക്രീം കുറേ ഇങ്ങനെ നമുക്ക് മേടിച്ചതിരിക്കില്ലേ, അങ്ങനെ ക്രീം ഇരിക്കണം. നമുക്ക് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ആർക്കെങ്കിലും കൊടുക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞാൽ പൊട്ടിച്ച സാധനം നമുക്ക് പള്ളക്കളയിലാട്ടോ നടക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ബ്രാൻഡഡ് സാധനങ്ങൾ പിന്നെ അല്ലാത്തതൊക്കെ പൊട്ടിച്ച ഇത്ര ദിവസങ്ങളിൽ യൂസ് ചെയ്യണമെന്നാണ്. അത് കാരണം ഞാൻ ആർക്കും കൊടുക്കുള്ളൂ. അത് വെള്ളം കളയുള്ളൂ. കാരണം കസ്റ്റമർ വരുമെന്ന് ഓർത്തോണ്ടിരുന്നാലോ, അല്ലാണ്ട് അത് കളയുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുടിയാ ചെയ്യാറെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാവരും വരുമ്പോൾ കരാട്ടിൻ്റെ തന്നെ ബോട്ടോസ്, എല്ലാവർക്കും ഈ പേരെ അറിയാവുള്ളൂ. ബോട്ടോസൊക്കെ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ചെയ്താൽ പിന്നെ ഇനി അതിൻ്റെ ന്യൂ വേർഷൻ വന്നോന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നാനോ പ്ലാസ്റ്റിക് വന്നത്, അത് കഴിഞ്ഞാൽ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. നല്ല പ്രീമിയമാണ്. പക്ഷെ നമ്മൾ ബോട്ടോസിൻ്റെ റേറ്റേ മേടിക്കുള്ളൂ. ബോട്ടോസ് മുമ്പ് ഒരു കരാട്ടിനായിരുന്നു ആദ്യം വന്നത്, അത് ഞാൻ മറന്നു. അത് കഴിഞ്ഞാൽ ബോട്ടോസ് വന്നത്.
അപ്പോൾ പിന്നെ പിന്നെ മേക്കപ്പിനൊക്കെ വന്നിട്ട് നമ്മൾ എല്ലാ മേക്കപ്പും ചെയ്യുന്നുണ്ട്, സ്കിൻ ഗ്ലാസ് ചെയ്യുന്നുണ്ട്, വെയർ ബ്രഷ് ചെയ്യുന്നുണ്ട്, എല്ലാ മേക്കപ്പും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നാച്ചുറൽ ലുക്ക് കിട്ടും മേക്കപ്പിന് പോലെ. പിന്നെ എന്നാ ഫേഷ്യലൊക്കെ ഇടയ്ക്ക് ചെയ്താൽ നല്ലതാണ്. സ്കിന്നിനൊക്കെ രക്തോട്ടം ഓടും. ഒത്തിരി സ്കിൻ ചീത്തയായിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാത്ത മനുഷ്യരൊക്കെ കണ്ടറിയാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് നമ്മൾ നന്നാക്കിയില്ലെങ്കിൽ നമുക്ക് എത്ര കാശുണ്ടെങ്കിലും ആരറിയാനാണ്. ഇപ്പം നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാനല്ല, എനിക്ക് കാശുണ്ടായിട്ട് ഞാനത് യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രയോജനം? എൻ്റെ സൗന്ദര്യം, എൻ്റെ മുടി, എൻ്റെ ഹെൽത്ത് ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ അപ്പം നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് നമ്മളെ കീപ്പ് ചെയ്യുക. മുടിയൊക്കെ ചെയ്തിട്ട് കണ്ണാടി വെക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി വന്നു, നമ്മൾ മാത്രം മോശമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കുക. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലറിൽ വന്ന് സുന്ദരിയാകൂ. ലക്ഷ്മിയാട്ടോ പേര്. കണ്ടാ ഇങ്ങനെ കൊച്ചായിട്ട് തോന്നും, പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് അല്ലേ. 3 സുന്ദരി മക്കളും ഉണ്ട്. മുഖം കണ്ടാലും ഒക്കെ അങ്ങനെ മുഖം കാണിക്കില്ല, ഇനി എന്നാണ് അങ്ങനെ സൂചിക്കണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് കണ്ടാൽ നമ്മൾ കണ്ടിട്ട് കോളേജ് +2 കൊച്ചിനെ പോലെ ഇല്ലേ മുടിയുടെ ചെയ്തതേ കണ്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഒട്ടും ഉള്ളില്ലല്ലോ, ഇത്രയും ഉള്ളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ഇതേ കണ്ടോ, ഇതിങ്ങനെ കരാട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ഉണങ്ങിയിട്ടില്ലാവുന്നു. ഇങ്ങനെ ഈ ഒന്നൊന്നിനെ തൊട്ട് നാച്ചുറലായിട്ട് നമുക്ക് ഈ സോഫ്റ്റ് ഹെയർ ഉണ്ടാവൂലേ, അങ്ങനെ ഒരു ലുക്കിൽ കിടന്നോളും. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണ ഒരു സിറപ്പിൻ്റെ പോലും ആവശ്യമില്ല. 5-6 മാസത്തേക്ക് സിറം പോലും വേണ്ട. ആഫ്റ്റർ കെയർ എപ്പോൾ ഷാമ്പൂ ഇട്ടാലും അതിൻ്റെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞിട്ട് അതിനുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ചെയ്ത് നമ്മൾ ആഴ്ച 2 പ്രാവശ്യമൊക്കെ മുടി ഇങ്ങനെ കഴുകിയാൽ മതി. പിന്നെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, എണ്ണയൊക്കെ കറി വയ്ക്കാനൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് മുടി കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ആന മേടിച്ചിട്ട് തോട്ടി മേടിക്കണ പോലെ ആയിട്ട് ഇപ്പോൾ എല്ലാവരോടും പറയുന്നത് മസ്റ്റായിട്ട് ഇത് തന്നെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ മുടി ഞാൻ കഴിഞ്ഞ മറ്റേ വീഡിയോയിൽ കാണിച്ചില്ലേ കൊച്ചിൻ്റെ മുടി, അപ്പോൾ അത് ഈ മോളെ കാണിച്ചു കൊടുക്കുകയത്. അപ്പോൾ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാകാവുന്നുള്ളൂ. പിന്നെ D3 മൾട്ടി വിറ്റാമിൻ മറക്കരുത്. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും, ഇപ്പം ഞാൻ തന്നെ D3 ടെസ്റ്റ് ചെയ്തിട്ട് D കുറവായിട്ടൊക്കെ ഗുളിക കഴിച്ചാൽ ഓക്കെ ആക്കണം. ഹെൽത്തിന് ഒത്തിരി പ്രോബ്ലം ഉണ്ടാകും. പച്ചക്കറി മുട്ട എല്ലാം കഴിക്കണം. അപ്പോൾ ഈ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഒരു പ്രാവശ്യം നേരത്തെ വന്ന് നാനോപ്ലാസ്റ്റി ചെയ്ത്, അപ്പോൾ നാനോഫോഴ്സ് പ്ലാസ്റ്റി ബയോടാൻസ് ചെയ്തോടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും വേഗം വായോ മുടിയൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. ഈ മോളൊക്കെ ബിസി ജോലിക്കാരാണ്. അപ്പോൾ എപ്പോഴും രാവിലെ പോയി രാത്രി 7 ആകുമ്പോൾ തിരിച്ചു വന്നോളൂ മുടി നോക്കാൻ പോയിട്ട് ഒന്നിനും സമയം കിട്ടില്ല. കൊച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ 3 പിള്ളേരുണ്ടായിരുന്നു, ഞാൻ പിള്ളേരെ നോക്കണം, എങ്ങനെ എന്തൊക്കെ ചെയ്യും ജോലിക്കാരുടെ അവസ്ഥ. അപ്പോൾ ഞാൻ കൊച്ചു പറഞ്ഞതും കറക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുടി ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി. ചുമ്മാ ഒന്ന് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ പോയാൽ മതി, അവിടെ ചെല്ലുമ്പോൾ അടിച്ചിട്ട് സ്റ്റൈൽ ഇരുന്നാൽ മതി. അപ്പോൾ അതൊരു വലിയ ഉപകാരം. മുടിയുടെ കാര്യം 1 വർഷത്തേക്ക് നോക്കണ്ട. ഈ കഴിയണ കാര്യം പിന്നെ ആരും കഴിയത്തില്ലല്ലോ. അപ്പോൾ മുടി ചെയ്യാൻ എല്ലാവരും വാ. അപ്പോൾ നമുക്കിടെ അത് കോൺഫിഡൻസ് ഒക്കെ കൂടും. ശരി, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ് 1 വർഷം മുമ്പ്, 1 വർഷം 1.25 വർഷമായി അല്ലേ. അപ്പോൾ ഇപ്പം കംപ്ലീറ്റ് നീണ്ടു. മുടി ചെയ്തിട്ട് പോയതായിരുന്നു. പക്ഷേ ഇതിക്ക് കംപ്ലീറ്റ് ക്രീമൊന്നും ശരിക്കും തേച്ചിട്ടില്ല കേട്ടോ. ഇപ്പം തെളിവ് സഹിതം ഞാൻ മേടിച്ചതാണ്. നമ്മൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വിടുന്ന പോലെ തന്നെ തേക്കണം. ഇടയ്ക്ക് മൾട്ടി വിറ്റാമിൻ കഴിക്കണം, ഫുഡ് നന്നായിട്ട് കഴിക്കണം. അപ്പോൾ നന്നായിട്ട് കരുത്തിന് മുടിയുണ്ടാവും. അപ്പോൾ ചെയ്യാനിരിക്കണ കൊച്ചിൻ്റെ ഒറിജിനൽ മുടി ആ കൊച്ചിനെ ഇപ്പോൾ കാണിച്ചു തന്നത് 4 പ്രാവശ്യം ചെയ്തു. ആദ്യം വന്നപ്പം എനിക്ക് ബോധം കിട്ടി, അതിൻ്റെ മുടി ഒന്ന് കണ്ടോട്ടോ. ആ കൊച്ചിന് മുടിയില്ലാത്ത കൊച്ചിങ്ങനെ ഇപ്പോൾ എൻ്റെ അത്രയും മുടിയുണ്ടായി ഞാൻ. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മുടി നമുക്കുണ്ടാകും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. എന്നാണ് നല്ല കൊച്ച്. എൻ്റെ മോൻ കാണിക്കുന്നതിന് കുഴപ്പമില്ല. മനുഷ്യനെ എന്തിനാ പേടിക്കണേ? ഈ ധൈര്യത്തിന് നല്ലതാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ സ്വതന്ത്രരാണ്. അപ്പോൾ കൊച്ചിൻ്റെ മുടി നമ്മൾ കരാട്ടിൻ നാനോഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ ചെയ്യാൻ പോണേ. കൊച്ച് പണ്ട് പെർമനൻ്റ് ചെയ്തിട്ടുണ്ട്, സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ടല്ലേ. അതെല്ലാം വെട്ടിക്കളഞ്ഞാണ്. ഇനി ഫുൾ കരാട്ടിൻ ചെയ്യാൻ പോവാം. ഇത് ഈ സോഫ്റ്റ് ഹെയർ ആട്ടോ. ഈ സോഫ്റ്റ് ഹെയർ കരാട്ടിൻ ചെയ്യുമ്പോൾ ഇച്ചിരി തിക്നെസ് ഒക്കെ തോന്നിക്കും. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാ, കവറിങ് കൊടുക്കുക മുടിക്ക്. അപ്പോൾ ഇച്ചിരിയോടെ ഒരു ഉള്ള വോളിയൊക്കെ തോന്നിക്കുന്ന വെച്ചാൽ വോളിയം കൂടാനല്ല കരാട്ടിൻ ചെയ്യണം. കരാട്ടിൻ ചിലർ പറയും മുടി ഉണ്ടാകാനാണ്. കരാട്ടിൻ ചെയ്താൽ മുടി എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അത് എന്തുകൊണ്ടാണ്? ആഫ്റ്റർ കെയറും കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടാട്ടോ. പിന്നെ മൾട്ടി വിറ്റാമിൻ കൂടി കഴിക്കണം.
നമ്മൾ ഈ പുറമെ ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് കോമൺ സെൻസ് ചിന്തിക്കുക. തലയോട്ടിയിൽ നിന്നാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് മുടി ഉണ്ടാകണേ. അതിന് നമ്മുടെ ഹെൽത്ത് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ D3 ടെസ്റ്റ് ചെയ്യണം. മുടി പൊട്ടല ഊരിൽ. ഇപ്പോൾ എനിക്കിപ്പോൾ മുടി ഊരുക, ഞാനൊക്കെ ഇന്ന് വിറ്റാമിൻ ഗുളിക എടുത്തു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ വിറ്റാമിൻ ഗുളിക അല്ലെങ്കിൽ ഇലക്കറിയൊക്കെ ഒന്ന് കഴിച്ച് ഓക്കെ ആകണം. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. കവർ കഴിഞ്ഞ് നമ്മൾ അന്നേരം കണ്ട മുടി ഈ രൂപത്തിലായി. ഇനി ഒരു 2 ആഴ്ച പിന്നെ ഈ മുടി ഇങ്ങനെ ചെയ്തവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണിക്കുമ്പോൾ ഇനി കിളുത്ത് വരുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇച്ചിരി പൊങ്ങും. ആദ്യത്തെ കഴുത്ത് കഴിയുമ്പോൾ ഇച്ചിരി പൊങ്ങും കേട്ടോ. എന്നെ മുടിയുടെ ബാക്കിയാണ്, ബാക്കി ഒഴുകി കേട്ടോ. അപ്പോൾ അതേ വേണ്ട ഉള്ളിൽ നോക്കിയത് വേണ്ട വേണ്ട. നമ്മളാ കണ്ടപ്പോൾ ഉള്ളൊന്നും ഇല്ലാണ്ടിരുന്ന മുടിയല്ലേ. തിക്നെസ് നമ്മൾ പ്രത്യേകിച്ച് ഉള്ളു വെക്കണമല്ല, കരാട്ടം ചെയ്യുമ്പോൾ നമുക്കൊരു ഉള്ളു തോന്നിക്കും, വോളിയം തോന്നിക്കും. കവറിങ് ഒക്കെ ചെയ്യുമല്ലേ, അപ്പോൾ എന്താണോ ഇച്ചിരി ഉള്ളു തോന്നിക്കുന്നത്. ഇത്രയും മുടിക്കൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉള്ളുള്ളൂ. സോഫ്റ്റ് ഹെയർ ആയിരുന്നു, അതിപ്പോൾ ഇങ്ങനെയായി. പിന്നെ ഇനി സിറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, സിറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ഇങ്ങനെ ഒരു ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തോണം ചെയ്യാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കാണിച്ചു തന്നില്ല, അതിൻ്റെ സ്വന്തം ആദ്യം ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ചോണം കേട്ടോ. ഭയങ്കര തിക്നെസ് വയ്ക്കും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ. ആഫ്റ്റർ കെയർ ആട്ടോ. ഞാൻ നമ്മൾ ചിലർ ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ കൊണ്ട് കരാട്ടം ചെയ്താൽ മുടിക്ക് ഉള്ളു വയ്ക്കും, മുടി ഭയങ്കരമായിട്ടും വളരും. ഇതൊക്കെ ചുമ്മാ അങ്ങനെ ഞാൻ പറയണില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓർഗാനിക് സാധനം. മുടിയുടെ ടെക്സ്ചർ മാറ്റി നമുക്ക് നല്ല കൈകാര്യം ചെയ്ത് നല്ല സോഫ്റ്റ് ആകും. ആഫ്റ്റർ കെയർ ആണ് വളരാനും. പിന്നെ നമ്മുടെ മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിക്കുന്നത്. ആ കൊച്ചിന് മുടി വന്നത് ഞാൻ പറഞ്ഞ ആ മൾട്ടി വിറ്റാമിൻ എല്ലാ കൊച്ചും ഫോളോ അപ്പ് ചെയ്യണ്ടാവും. അപ്പം നമ്മൾ ആഫ്റ്റർ കെയർ പിശിക്കണ്ട. കാരണം എണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ. ആഫ്റ്റർ കെയറിന് വലിയ വിലയൊന്നും അല്ല, അത്രയൊന്നുമില്ല. അത് ഭയങ്കര നല്ലത്. ചെയ്താലും ഇല്ലേലും അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അത്രയ്ക്കും നല്ലത് എപ്പോൾ മുടി കഴിയാലും. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം ചെയ്യാൻ വരിക. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് മുടിയെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ഒരു സുഖമാണ് ഇങ്ങനെ. അപ്പോൾ ഇതിന് ഇച്ചിരി ഇങ്ങനെ ഇച്ചിരൂടെ എനിക്ക് ഇങ്ങനെ പൊങ്ങി വന്നു ആശാത്തിക്ക്. അപ്പോൾ ഇത് ഇച്ചിരൂടെ 2 ആഴ്ച ആകുമ്പോഴത്തേനും അടുത്ത കഴുത്താകുമ്പോഴത്തേനും ഞാൻ നന്നായിട്ട് പൊക്കിക്കോളും. 2 ആഴ്ച കഴിയുമ്പോൾ ഏറ്റവും ഭംഗി. 1 മാസം കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ. എല്ലാവർക്കും പറ്റില്ല, എനിക്കും അങ്ങനെയാണ്. എനിക്കും ഇങ്ങനെ ഇച്ചിരി ഒരു ഇങ്ങനെ 2 ആഴ്ച കഴിയുമ്പോൾ എനിക്കും ഇതുപോലെ ഭംഗി കൂട്ടണം. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോലെ ഹെയർ മേക്ക് ഓവർ ഇപ്പോഴും നമ്മുടെ ഭാഗമായി മാറിയേക്കുക. പല്ലിന് നമ്മൾ ക്യാപ്പിടുക, റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിടുക എന്നൊക്കെ പറയില്ലേ. റൂട്ട് കനാൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഹെയർ റിലാക്സിങ്, ഹെയർ സ്മൂത്തനിങ് ഒക്കെ. ഇതിൻ്റെ നട്ടെല്ലാം ഒടിച്ചിടുക. റൂട്ട് കനാൽ ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഞരമ്പ്. ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ക്യാപ്പിടുക. പല്ല് ക്യാപ്പിടണം. അതെ, ഇതിനൊരു ക്യാപ്പിടുന്നുള്ളൂ. ക്യാപ്പെടുത്ത് മാറ്റുമ്പോൾ പലതോറും അതുപോലെ ഇതിൽ അതെല്ലാം കഴുകി പോകും. അപ്പോൾ ഇതാണ് എപ്പോഴും നല്ലത്. കരാട്ടിനാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാൻ തന്നെ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വാ. നമ്മൾ ഏറ്റവും പ്രീമിയം ചെയ്യണത്. പക്ഷെ നമ്മൾ പണ്ട് ഫോട്ടോസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സെയിം ചാർജ് മേടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്ന് ചെയ്യുക. ആഫ്റ്റർ കെയർ ഇവിടെ ചെയ്യാൻ വന്നവരെല്ലാം പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ബെറ്റർ റിസൾട്ട് ഉണ്ടായിട്ടല്ലേ വന്നേ. പിന്നെ മുടി ഊരുമൊക്കെ ആണെങ്കിൽ അപ്പം മൾട്ടി വിറ്റാമിൻ എടുക്കണുണ്ടോ, അല്ലെങ്കിൽ ഇലക്കറി കഴിക്കുക, മുട്ട കഴിക്കുക, ആരോഗ്യം ഒന്ന് നോക്കണേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടാണ് എന്നാണ് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ കാണാവുന്ന തീറ്റ എന്നിട്ട് ഹീമോഗ്ലോബിൻ ഇല്ല. D3 കുറവാണ്. D3 കുറഞ്ഞാൽ ഹീമോഗ്ലോബിൻ വരില്ല. അപ്പോൾ D3യുടെ ഗുളിക കഴിക്കണം. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. വേഗം വാ. ഈ മുകളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഈ മുടി ഇങ്ങനെ പണ്ട് നമ്മൾ സ്മൂത്തനിങ് ചെയ്യുക ഇവിടെ, അത് കണ്ടോ. സ്മൂത്തനിങ്ങിൻ്റെ പ്രത്യേകത കണ്ടോ. ഇവിടെ വരെ കരാട്ടിൻ്റെ മുടിയാട്ടോ. ഇത് ഇപ്പോൾ കുറച്ച് നാളായതാ. ഇപ്പം തലേന്ന് കിളുത്ത് വന്നു തുടങ്ങി. 5-8 മാസമാകുമ്പോൾ, 1 വർഷത്തോളം അടുക്കുമ്പോൾ കരാട്ടും കഴുകി പോകും. 5-8 മാസം 6 മാസമൊക്കെ അതെ. അത് കണ്ടോ നാച്ചുറലായിട്ടിരിക്കണത് കരാട്ടിൻ്റെ. ഇത് കണ്ടോ സ്മൂത്തനിങ് എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് അത് അതുപോലെ കിടക്കുള്ളൂ. അതിൻ്റെ ബോണിനെ തകർക്കുക, പിന്നെ അത് എഴുന്നേറ്റിരിക്കില്ല. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കവറിങ് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ മുടിയെല്ലാം കഴുകി നമുക്ക് ഓടുന്നത് നമ്മുടെ മുടി വേണമെങ്കിൽ മറ്റേത് ഫുള്ള് വെട്ടിപ്പോണ പോലെ പോണ വരെ നമ്മൾ നോക്കിയിരിക്കണം. ഡിഫറൻസ് തലേന്ന് കിളുത്തു വന്നതും ഹെയർ സ്മൂത്തനിങ്, റിലാക്സിങ്, ബ്ലോ ഡ്രൈക്കൊക്കെ ഈ ഡിഫറൻസ് വരും. ഇങ്ങനെ തലേന്ന് കിളുത്തു വരുമ്പോൾ കണ്ടോ 2 ഡിഫറൻസ്. അപ്പോൾ മൊത്തം കരാട്ടിനാണെങ്കിൽ ഇങ്ങനത്തെ പ്രത്യേകതകളും വ്യത്യാസം വരില്ല. അതാണ് ഇപ്പോൾ എല്ലാവരും കരാട്ടിൻ ചൂസ് ചെയ്യാൻ കാരണം. ഇപ്പോൾ മുടി കരാട്ടിനാണ് ചെയ്യാൻ പോണേ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും കരാട്ടിൻ ചെയ്തതാണ്. അപ്പോൾ ഈ കരാട്ടിനാണ് ചെയ്യാൻ പോണേ. ഞാൻ നിർബന്ധിക്കുക കേട്ടോ, ഇനി സ്മൂത്തനിങ് വേണ്ടാന്ന് പറഞ്ഞാൽ.
ആ ഡിഫറൻസ് ഇപ്പം എല്ലാവരും കരാട്ടനിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്ത് പിന്നെയും വടി പോലെ ഒന്നാമത് ഉള്ളിലാക്കിയ കരാട്ടൻ ചെയ്യുമ്പോൾ ഇച്ചിരി ഉള്ളും തോന്നിക്കും. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ ഞാനിത് വെളുത്തിയിട്ട് കാണിച്ചാണ്. ഇനി ഇത് നമ്മൾ കരാട്ടൻ ചെയ്യുമ്പോൾ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കുറേ നീളം മറ്റേ മുടി വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ കരാട്ടിൻ്റെ മുടി കിടക്കണേ. കരാട്ടിൻ്റെ ഈ നിബിരുമൊക്കെ ചെയ്യുമെങ്കിലും അതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് സോഫ്റ്റ് ഹെയറിൽ സ്ട്രെയിറ്റ് അതുപോലെ തോന്നിക്കുള്ളൂ. ഹെയർ റിലാക്സിങ്ങിന് കുറ്റം പറഞ്ഞല്ല, നമ്മൾ അതാർന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിന് ചെറിയ ചെറിയ ഒട്ടൽ പോലെ വരും. ഇതിങ്ങനെ ഇത് നിവർന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കും. നമുക്കൊരു കുറേ നാളത്തേക്ക് സിറം പോലും വേണ്ട, ഒരു 3-4 മാസത്തേക്ക് സിറം പോലും വേണ്ട. അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഇനി കഴിക്കുമ്പോൾ ഇതിൽ കൂടുതൽ സോഫ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതിങ്ങനെ മുടിയിലിങ്ങനെ അത്ര ഇങ്ങനെ ഒഴുകിക്കിടക്കും. നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട്. അപ്പോൾ ഇങ്ങനെ ഹെയർ റിലാക്സ് ഹെയർ ഇതിപ്പോൾ ചെയ്തേക്കണേ കരാട്ടിന് പല പേരിലുണ്ട്. കരാട്ടിൻ്റെ ഏറ്റവും പ്രീമിയം ഏറ്റവും നല്ലത് ഇപ്പോൾ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിക്സ് നമ്മളെല്ലാ കരാട്ടിനോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ചെയ്തേക്കണേ. പക്ഷെ പണ്ട് നമ്മൾ ബോട്ടോസൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചാർജ് മാത്രം മേടിക്കുന്നത്. അപ്പോൾ പ്രീമിയം വന്നപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട്. അത് കാരണം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഒന്ന് ചെയ്തവരെല്ലാം നമുക്ക് റീഅടിക്കും. ഞാൻ എപ്പോഴും കാണിക്കാറില്ല, 3-4 പ്രാവശ്യമായിട്ട് 5 പ്രാവശ്യമായിട്ടൊക്കെ വന്നേ. അപ്പോൾ അതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടിയിട്ടാണ് പിന്നെ ആഫ്റ്റർ കെയർ നമ്മൾ കൊടുത്തു പറഞ്ഞാൽ ആഫ്റ്റർ കെയർ മുടി നന്നായിട്ടുണ്ടാകും. അപ്പോൾ ആഫ്റ്റർ കെയറും യൂസ് ചെയ്യണം. ഇതങ്ങനെയൊക്കെ ഈ പറഞ്ഞതിനൊക്കെ തെറ്റ് വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ കെയർ ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാകും. നമുക്ക് ഓരോ പൊടി കാണുമ്പോഴും ഞാൻ ചോദിക്കും ആഫ്റ്റർ കെയർ. എനിക്കറിയാം അവർ കറക്റ്റ് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാത്തവരെ. അപ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് തേക്കില്ലായിരുന്നോ? അതൊക്കെ പണ്ട് ഈ കേരളത്തിൽ മാത്രമേ എണ്ണ തേക്കുള്ളൂ. മറ്റേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷാമ്പു ഈ ആഫ്റ്റർ കെയർ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ട്രീറ്റ് ചെയ്യാത്ത ഹെയറോ ഇപ്പോൾ ആരെങ്കിലും കൊച്ചു പിള്ളേരൊക്കെ എണ്ണയെന്ന് വെച്ചിറക്കണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ട സംഭവമാണ് ആഫ്റ്റർ കെയർ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് ഈ മുടിയൊക്കെ പിന്നെ നമുക്ക് മുടിയൊക്കെ ഊരുവാണെന്ന് വെച്ചോ, ഇത് ചെയ്തിട്ടല്ല നമുക്കിടെ മുടി ഊരുവാണെന്ന് വെച്ചോ, ചുമ്മാ ആൾക്കാർ പൊട്ടത്തരം പറയൂ കേട്ടോ. അയ്യോ നിങ്ങൾക്ക് സ്ട്രൈറ്റൻ ചെയ്താൽ മുടി പോകും, കരാട്ടൻ ചെയ്താൽ മുടി പോകുന്ന ഇങ്ങനെ മുടി പോണ്ടെങ്കിൽ എൻ്റെ അടുത്തിട്ട് വന്നാൽ ഒരൊറ്റ മുടി ആരുടെയും പോകില്ല. നമ്മുടെ മുടി പോണ്ടെങ്കിൽ ഇത് ചെയ്ത് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് കഴുകാൻ വരും. അപ്പോഴൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ തന്നെ അടുത്ത വർഷമല്ലല്ലോ, അപ്പം തന്നെ നമുക്ക് വയറിളകൂലേ. അതുപോലെയാണ് മുടിയേലോ മുഖത്തോ എന്ത് ചെയ്താലും അലർജിയോ കംപ്ലൈൻറ്റോ വന്നോ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഇതിൽ കൂടുതൽ പോകില്ല. 2-3 ദിവസത്തേക്കുള്ള ഒരു സംഭവം പോകില്ല. നമ്മൾ ഈ നാട്ടുകാർ പറഞ്ഞാൽ മനസ്സിൽ കയറി ഇങ്ങനത്തെ ചിന്തയാണ്. നമുക്ക് മുടി ഉരിയാ ഒന്നിലെ D3 കുറവ് അല്ലെങ്കിൽ ബയോട്ടിനോ സിങ്കോവൈറ്റ് ഇതിലൊക്കെ നല്ലത് നമ്മളെ മുട്ട ഇലക്കറി പച്ച കളറുള്ള ഫുഡ് ഇതൊക്കെ കഴിച്ച് നമ്മുടെ ഹെൽത്ത് പെട്ടെന്ന് റിസൾട്ട് വ്യത്യാസം വരും. നിങ്ങൾ ഇലക്കറി അടുപ്പിച്ച് കഴിച്ച് പെട്ടെന്ന് മുടി ഊരിൽ മാറും. മുട്ടയൊന്ന് കഴിച്ചു നോക്കിയേ, എനിക്ക് മുടി ഊരാറേ ഇല്ല. അത്ര ഊരിയാൽ ഞാൻ പിന്നെ തീറ്റയ്ക്ക് എന്നെ തോപ്പിക്കാൻ ആരാ മുട്ടയെന്നിരിക്കാൻ ചോട് മുട്ടയൊക്കെ 2 മുട്ട വെച്ചാൽ ഡെയിലി തീറ്റ. അപ്പോൾ എനിക്ക് മുടി ഊരാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം അത് പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചെത്തി. ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല, അവരെന്താ പറയണമെന്ന് നിങ്ങൾ കേൾക്കണമല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മുടി ചെയ്യാൻ വായോ.